പാലക്കാട് റെയിൽവേ ഡിവിഷനിൽ നിന്നും മംഗലാപുരം മാറിയതിനെ സംബന്ധിച്ച് കോൺഗ്രസും മാർക്സിസ്റ്റ് പാർട്ടിയും ഉന്നയിക്കുന്ന ആരോപണം 100% അടിസ്ഥാനരഹിതവും കേവലം രാഷ്ട്രീയ പ്രേരിതവുമാണ്. മംഗലാപുരം പാലക്കാട് ഡിവിഷനോടൊപ്പം ചേർന്നാലും മാറിയാലും റെയിൽവേ വികസന രംഗത്ത് യാതൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. മാത്രമല്ല, യാത്രക്കാർക്ക് ഒരു പ്രയാസവും പ്രശ്നവും ഇതുമൂലം ഉണ്ടാകാനും പോകുന്നില്ല. കഴിഞ്ഞ 12 വർഷക്കാലം മോദി സർക്കാരിന്റെ ഭരണത്തിന് കീഴിൽ കേരളത്തിലും പ്രത്യേകിച്ച് പാലക്കാട് ഡിവിഷനിലും വികസന രംഗത്ത് വിസ്മയകരമായ വിപ്ലവമാണ് നടന്നിട്ടുള്ളത്. അത് മറയ്ക്കാനുള്ള കോൺഗ്രസിന്റെയും CPM-ന്റെയും ആസൂത്രിതമായ നീക്കത്തിന്റെ ഭാഗമാണ് ഇന്ന് പുതിയ വ്യാജ പ്രചരണം. കോൺഗ്രസ് ഒറ്റയ്ക്കും കോൺഗ്രസും CPM-ഉം സംയുക്തമായും കേന്ദ്രം ഭരിച്ചപ്പോൾ കേരളത്തിൽ റെയിൽവേ വികസനത്തിന് ലഭിച്ചത് തുച്ഛമായ തുകയാണ്. മലയാളം സംസാരിക്കുന്ന 8 മന്ത്രിമാർ കേന്ദ്രത്തിലുണ്ടായിരുന്നു. അത് ഇന്നത്തെ കോൺഗ്രസ് നേതാക്കളും MP-മാരുമായിട്ടുള്ള KC വേണുഗോപാൽ, കൊടിക്കുന്നിൽ സുരേഷ്, ശശി തരൂർ, അതുപോലെ തന്നെ അന്ന് പ്രഗത്ഭരായിട്ടുള്ള ശ്രീമാൻ AK ആന്റണിയും ശ്രീമാൻ വയലാരവിയും ക്യാബിനറ്റ് മന്ത്രിമാരായിരുന്നു. മറ്റ് 6 പേർ E അഹമ്മദ് ഉൾപ്പെടെയുള്ള, മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഉൾപ്പെടെയുള്ള കേരളത്തിലെ കോൺഗ്രസിന്റെയും ഘടകകക്ഷികളുടെയും അധികായന്മാരായിട്ടുള്ള 8 പേർ കേന്ദ്രത്തിലുണ്ടായിട്ടും ഈ സംസ്ഥാനത്ത് കേന്ദ്രത്തിൻ്റെതായ ഒരു മൂത്രപ്പുര പോലും പണിയാൻ ഈ 8 പേർക്കും കഴിഞ്ഞിട്ടില്ല. അന്ന് UPA ഭരണകാലത്ത് കേരളത്തിന്റെ റെയിൽവേ വികസനത്തിൽ ലഭിച്ചത് ഏറ്റവും ഒടുവിൽ 360 കോടി രൂപയാണ്. എന്നാൽ ഈ കഴിഞ്ഞ വർഷം കേരളത്തിന്റെ റെയിൽവേ വികസനത്തിന് വേണ്ടി നരേന്ദ്രമോദി സർക്കാർ അനുവദിച്ചതും 3300 കോടിയാണ്. UPA ഭരണകാലത്ത് പാലക്കാട് ഡിവിഷനിൽ ലഭിച്ചത്, വികസനത്തിനായി ലഭിച്ചത്, കോൺഗ്രസും മാർക്സിസ്റ്റ് പാർട്ടിയും സംയുക്തമായി കേന്ദ്രം ഭരിച്ചപ്പോൾ കേരളത്തിന് മൊത്തം ലഭിച്ചത് 360 കോടി രൂപ. പാലക്കാട് ഡിവിഷന് മാത്രം ലഭിച്ചത് 160 കോടി രൂപ. എന്നാൽ നരേന്ദ്രമോദി സർക്കാർ കേരളത്തിന് മൊത്തമായി 3300 കോടിയും പാലക്കാട് ഡിവിഷന് മാത്രമായിട്ട് 1600 കോടി രൂപയും വികസന രംഗത്ത് ചെലവഴിച്ചിട്ടുണ്ട്. ഒന്ന്, റെയിൽവേ സ്റ്റേഷന്റെ നവീകരണത്തിന് കേരളത്തിലെ 35 റെയിൽവേ സ്റ്റേഷനാണ് നവീകരിച്ചത്. അതിൽ 8 എണ്ണം വിമാനത്താവളത്തിന് സമമായി അന്താരാഷ്ട്ര നിലവാരത്തിൽ ഉയർത്താൻ തീരുമാനിച്ചു. പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ബാക്കി 27 റെയിൽവേ സ്റ്റേഷൻ നവീകരണം 60% പൂർത്തിയായി ഉദ്ഘാടനം ചെയ്തു. 40% പൂർത്തിയാകാൻ വേണ്ടി പോകുന്നു. പാലക്കാട് ഡിവിഷനിൽ മാത്രം 16 റെയിൽവേ സ്റ്റേഷനാണ് ഈ നവീകരണത്തിന് വേണ്ടിയിട്ട് തെരഞ്ഞെടുത്തത്. അതിൽ ബഹുഭൂരിപക്ഷവും പണി പൂർത്തീകരിച്ച് ഉദ്ഘാടനം നടന്നു കഴിഞ്ഞിരിക്കുന്നു. നോക്കണം, അന്ന് UPA-യുടെ കാലത്ത് 8 മലയാളം സംസാരിക്കുന്ന മന്ത്രിമാരുണ്ട്. കോൺഗ്രസും മാർക്സിസ്റ്റ് പാർട്ടി സംയുക്തമായ കേന്ദ്രം ഭരിച്ചത്. അന്ന് കേരളത്തിന് മൊത്തം 360 കോടി രൂപയാണ് അനുവദിച്ചതെങ്കിൽ നരേന്ദ്രമോദി സർക്കാർ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷന്റെ വികസനത്തിന് വേണ്ടി മാത്രം 465 കോടി രൂപ നീക്കിവെച്ചത്. അതിന് പണി നടന്നുകൊണ്ടിരിക്കുക. മാത്രമല്ല, കേരളത്തിൽ തീവണ്ടികൾ അനുവദിച്ച കൂട്ടത്തിൽ 3 വന്ദേ ഭാരത് തീവണ്ടികൾ അനുവദിച്ചു. മാത്രമല്ല, കോച്ചുകളുടെ എണ്ണം വന്ദേ ഭാരത് തീവണ്ടികൾ ഉൾപ്പെടെയുള്ള വിവിധ തീവണ്ടികളുടെ കോച്ചുകളുടെ എണ്ണം വർദ്ധിപ്പിച്ചു. ബ്രിട്ടീഷുകാർ കാലത്തുണ്ടായിരുന്ന കോച്ചുകൾ മാറ്റി LBH എന്ന് പറയുന്ന നവീനമായ കോച്ചുകൾ കേരളത്തിലെ തീവണ്ടികൾക്ക് അനുവദിച്ചു കൊടുത്തു. ഈ തരത്തിൽ റെയിൽവേ വികസന രംഗത്ത് വിസ്മയകരമായ
വിപ്ലവമാണ് നരേന്ദ്രമോദി സർക്കാരിന്റെ കാലത്തുണ്ടായത്. എന്നാൽ കോൺഗ്രസിന്റെയും CPM-ന്റെയും ഭരണകാലത്ത് കേരളത്തോട് അതിക്രൂരമായ അവഗണനയാണ് ഉണ്ടായത്. കേരളത്തെ ഒരു സംസ്ഥാനമായിട്ട് പോലും കേന്ദ്രം ഭരിക്കുന്ന കാലത്ത് കോൺഗ്രസ് പരിഗണിച്ചിരുന്നില്ല.